നൂറയും നെവിനും കൂടെ സംസാരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും. അപ്പം നൂറ കഴിഞ്ഞ വീക്കിൽ ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞിടം മുതൽ എന്ന് വെച്ചാൽ എവിക്റ്റഡ് ആയി പോവാഞ്ഞപ്പം മുതൽ നൂറയ്ക്കൊരു കോൺഫിഡൻസ് ആയി. നൂറ എന്തോ വലിയ സംഭവമാണെന്നാണ് ഈ ആഴ്ച മൊത്തം നൂറയുടെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എപ്പോൾ നോക്കിയാലും നൂറയ്ക്ക് ഈ ഓവറായിട്ടുള്ള റിയാക്ഷൻസ് തുടങ്ങി. ആക്റ്റീവായിട്ടാണ് ഞാൻ നിൽക്കുന്നത്, പറയേണ്ടുന്നിടത്തും പറയേണ്ടാത്തടത്തും എല്ലാം നൂറയുടെ ഒരു എന്തെങ്കിലും ഒരു ഡയലോഗ് പറച്ചിൽ. ഇപ്പം നെവിനോട് പറയുകയാണ്, ഇവിടെ സെലിബ്രിറ്റികളായിട്ട് കുറച്ച് പേരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് നമ്മളെക്കാട്ടി കൂടുതൽ തിരക്ക് അവർക്കായിരിക്കും. ആരാണത് സെലിബ്രിറ്റി? ഞാനാണോ എന്ന് നെവിൻ ചോദിക്കുന്നത്. നീയല്ല വേറെ ഇവിടെ ഓൾറെഡി സെലിബ്രിറ്റി ആയ ആൾക്കാരുണ്ടല്ലോ, അവരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരുടെ പേര് പറഞ്ഞപ്പോഴത്തേന് നൂറ പറയാണ്, ഞാനിപ്പോൾ അങ്ങനെ അവരെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നൂറയുടെ ഒരു അഹങ്കാരം കണ്ട. നൂറ പ്രൊമോട്ട് ചെയ്തിട്ടാണോ അവർ സെലിബ്രിറ്റി ആയത്? നൂറയുടെ വർത്തമാനം നോക്കി. അപ്പം നൂറ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഷാനവാസ്, ഒന്ന് അനുമോളാണ്, പിന്നെ ആര്യനായിരിക്കും. ഞാൻ എന്നെ തന്നെ പ്രൊമോട്ട് ചെയ്യും, ഞാൻ വേറെ ആരെയും പ്രൊമോട്ട് ചെയ്യത്തില്ലെന്നാണ് പറയുന്നത്. എന്തോ പ്രൊമോട്ടാണ് ഇവർ ചെയ്യുന്നത്? ഇവരിവിടെ വരാനുള്ള കാര്യം എന്താണ്? ഇവർക്ക് നെഗറ്റീവിലൂടെ ഇവർ ഫേമസ് ആയ ആൾക്കാരല്ല, അല്ലാതെ പോസിറ്റീവിലൂടെ ഫേമസ് ആയ ആൾക്കാരല്ലല്ലോ. കുറച്ച് മുന്നേ ലൈവിൽ ആര്യൻ അനുമോളെ പറ്റി ഇങ്ങനെ പോഴ്ത്തി സംസാരിച്ചപ്പോഴും ഈ നൂറയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. നീ ഇരുന്ന് തള്ളാതെ എന്ന് പറഞ്ഞിട്ട് ആര്യനെ വിലക്കുന്നുണ്ടായിരുന്നു. എന്തോ അനുമോളാന്ന് തോന്നുന്നു നൂറയുടെ ഏറ്റവും വലിയ ഒരു എതിർപക്ഷത്ത് ഉള്ളതെന്ന് തോന്നുന്നു. പറയാതെ പറയുന്നുണ്ട് പല സ്ഥലത്തും നൂറ.